Dance. കണ്ടോണം, എല്ലാവരും കൂടെ ഇന്ന് എന്നെ വെച്ചേക്കില്ല. സൈക്കിള് കേടാണെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഒരു വഴി കാട്ടിത്തരണേ. മോനെ ആദം. ഹായ് തോമസ് അങ്കിൾ. മോനെ എങ്ങോട്ടാ? സൈക്കിൾ എന്തിയേ? ഞാൻ ഗാർഡനിലേക്ക് അങ്കിൾ. എന്റെ സൈക്കിൾ പിന്നെയും പണി മുടക്കി. എന്നാൽ വാ, ഇങ്ങോട്ട് കയറിക്കോളൂ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ കാത്തു, ഞാൻ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. എന്നാ വാ, അങ്കിളും ഉണ്ടാക്കാം. ഓക്കെ അങ്കിൾ. ഇത്രയും ദൂരമുള്ള നമുക്ക് വരാം. ശരിയാ, എന്നിട്ടും അടുത്ത വീട്ടിലെ ആദത്തിന് വരാറായില്ല. ഒരു പക്ഷേ സൈക്കിള് പിന്നെ പണിമുടക്കി കാണും. കഴിഞ്ഞ ദിവസം പോയപ്പോൾ അതിനെന്തോ ട്രബിൾ ഉണ്ടായിരുന്നു. ഇത് സൈക്കിളിനല്ല ട്രബിൾ. ശരിയാ. ദേ വരുന്നു ആദം. പ്രിൻസ് പറഞ്ഞ പോലെ സൈക്കിൾ ഇല്ലല്ലോ. അപ്പോ അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്. സൈക്കിളില്ലാതെ നീ എങ്ങനെ ഇത്ര നേരത്തെ വന്നത്? ഒന്നും പറയണ്ട ഫ്രണ്ട്സേ, ആകെ ബുദ്ധിമുട്ടായനെ. അവസാനം തോമസ് അങ്കിളാണ് ലിഫ്റ്റ് തന്ന് സഹായിച്ചത്. ആ അത് പറ. ഓ, എന്തൊരു സ്പീഡിലാ അങ്കിൾ എന്നെ ഇവിടെ കൊണ്ട് വിട്ടത്. നമ്മുടെ തോമസ് അങ്കിളോ? ആ അതേന്ന്. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോർമൽ ആവട്ടെ, എന്നിട്ട് ബാക്കി വിശേഷം പറയാം. അച്ചായാ, മോർണിംഗ്. ഗുഡ് മോർണിംഗ് തോമസേ. വരുന്ന വഴി തോമസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ തോമസ് എങ്ങോട്ടേക്കാ പോയത്? ആ അതാ ചായ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ആദത്തിനെ കണ്ടു. ആകെ വേർത്ത് കുളിച്ച്. ആദത്തെയോ? ആ അതെ ചായ, പാവം സൈക്കിൾ കേടായിട്ട് നടന്നു പോകുമായിരുന്നു. എന്നിട്ട് തോമസ് എന്തെടുത്തു? ഞാൻ എന്നിട്ട് ആദത്തെ ഗാർഡന് സമീപം കൊണ്ടാക്കി. ആഹാ, ആണോ? അതേതായാലും നന്നായി. ഈ ആദത്തിന്റെ സൈക്കിള് എപ്പോഴും വർക്ക്ഷോപ്പിലാണല്ലോ. നന്നായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അല്ലേ? ആ, അതും ഒരു കാരണമാവാം. ആ, ഇനി ഏതായാലും നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ശരിയാ ചായ. പ്രിൻസ് വരാറായോ മോളെ? ആ, ഇനി താമസിക്കില്ലെന്ന് തോന്നുന്നു അമ്മച്ചി. എന്താ അമ്മച്ചി? ഞാനൊരു ഗുളികയുടെ ചീട്ട് കൊടുത്താ വിട്ടത്. അത് വാങ്ങാൻ ഓർക്കുമോ എന്തോ.
ആഹാ, അതോർത്ത് അമ്മച്ചി പേടിക്കണ്ട. മോൻ മറക്കാതെ അതിങ്ങ് കൊണ്ടുവന്നോളൂ. ചീട്ടോ? അല്ല അമ്മച്ചി, ഗുളിക. എനിക്കറിയാം മോൻ മറക്കില്ലെന്ന്. ഇതുപോലുള്ള അത്യാവശ്യ കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുന്നതാ മോന്റെ പതിവ്. അതും എനിക്കറിയാം. ഇന്നധികം താമസിക്കില്ല എന്ന് പറഞ്ഞ മോൻ പോയത്. ഏതായാലും മോൻ വരുമ്പോ മോള് എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ഞാനൊന്ന് കിടക്കട്ടെ. ശരി അമ്മച്ചി. എന്നാലും ആദം പറഞ്ഞത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ? നമ്മുടെ തോമസ് അങ്കിള് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുമെന്ന്. അതോ? ഞാനും ഇതുവരെ കണ്ടിട്ടില്ല അങ്കിള് ഓവർ സ്പീഡിൽ പോകുന്നത്. അതെ. എന്റെ ബലമായ സംശയം ഇവൻ കയ്യിൽ നിന്ന് ഇട്ടതാണോന്നാ. ഇതാണ് കുഴപ്പം. ആർക്കും എന്നെ വിശ്വാസമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. അങ്കിൾ അല്പം സ്പീഡിലാണെങ്കിൽ മാത്രമേ ആദത്തിന് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതും ശരിയാണല്ലോ. കണ്ടോ, എല്ലാവർക്കും എന്നെ വിശ്വാസമായല്ലോ. ഇതാ പറയുന്നത്, ഇടയ്ക്കൊക്കെ സത്യം കൂടെ പറയണമെന്ന്. അല്ലേല് ആരും ഒന്നും വിശ്വസിക്കില്ല. ശരിയാ, അതൊരു കാര്യമാ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ സ്പീഡിനെ കുറിച്ച് എന്തറിയാം? നിങ്ങൾ നേരെ ചൊവ്വേ എന്നെങ്കിലും സ്പീഡിൽ പോയിട്ടുണ്ടോ? പിന്നില്ലേ, ഞാനും പോയിട്ടുണ്ട്. ശരിയാ, ഞാനും എത്രയോ പ്രാവശ്യം സ്പീഡിൽ പോയിട്ടുണ്ട്. അത് വിട് പ്രിൻസേ, നിന്റെ പോക്കിന്റെ മെച്ചമൊക്കെ എനിക്കറിയാം. എന്താ പോക്കിന് കുഴപ്പം? നീ ഗ്രാൻഡ്പയുടെ കൂടെ ഒച്ചിഴയുന്ന സ്പീഡിലല്ലേ പോകുന്നത്. അതിലും സ്പീഡിൽ ഞാൻ സൈക്കിൾ ചവിട്ടും. ആദം, പിന്നല്ലാതെ ഗ്രാൻഡ്പയും സ്ലോ ആണ്, ആ കാറ് സ്ലോ ആണ്. ഫ്രണ്ട്സ്, ഞാൻ പോകുന്നു. നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവൻ അത് ഒത്തിരി വിഷമായി കാണും. ഷെടാ, അതിന് ഞാൻ എന്ത് പറഞ്ഞെന്നാ? ഹലോ പ്രിൻസേ, ഞാൻ ആടം. പറയൂ ആദം. ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞത് നിന്നെ ഹേർട്ട് ചെയ്തോ? എന്തു പറഞ്ഞത്? ഗ്രാൻഡ്പയെയും കാറിനെയും പറ്റി പറഞ്ഞത്. ഞാൻ മാത്രമല്ലല്ലോ ആ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുള്ളത്, നീയും കയറിയിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? നീ ഇനി ഒന്നും പറയണ്ട. എന്നെ നീ ഇൻസൾട്ട് ചെയ്തു. പ്രിൻസേ, നീ ഒന്നും പറയേണ്ടെന്ന് മാത്രമല്ല, എനിക്ക് നീ നിന്നെ കാണുകയും വേണ്ട. പിണങ്ങല്ലേ പ്രിൻസേ? നീ ഫോൺ വെക്കാതെ, എനിക്കിവിടെ അല്പം തിരക്കുണ്ട്. ഹലോ, ഞാനാ സ്റ്റെഫി. നീ എന്തേ എഴുന്നേറ്റേ ഉള്ളോ? സൗണ്ട് വല്ലാതെ ഇരിക്കുന്നല്ലോ. സ്റ്റെഫി, എന്ത് പറ്റി ആദം? ഇന്നലത്തെ പ്രശ്നം അല്പം രൂക്ഷമായിട്ടാണല്ലോ. എന്തു പറ്റി? ഞാൻ കുറച്ചു മുമ്പ് പ്രിൻസിനെ വിളിച്ചിരുന്നു. അവൻ അല്പം പിണങ്ങിയാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ അവനത് ഹർട്ടായെന്ന്. ഓ, ഞാനത് ഓർത്തില്ല സ്റ്റെഫി.
ഏതായാലും നടന്നത് നടന്നു. നീ കുറച്ചുകൂടെ കഴിയുമ്പോ ഒന്നുകൊണ്ടൊന്ന് വിളിച്ചു നോക്ക്. ഓ, എനിക്ക് തോന്നുന്നില്ല അവന്റെ പിണക്കം മാറുമെന്ന്. നീയൊന്ന് ശ്രമിക്ക. ശരി സ്റ്റെഫി. പ്രിൻസ് മോനെ. വരുന്നു ഗ്രാൻഡ്പാ. എന്താ ഗ്രാൻഡ്പാ? ആരാ കുറച്ചു മുമ്പ് ഫോണിൽ വിളിച്ചത്? കൂട്ടുകാരോ മറ്റോ ആയിരുന്നോ? അത് ആദമായിരുന്നു ഗ്രാൻഡ്പാ. മോൻ പിണങ്ങി സംസാരിക്കുന്നത് പോലെ ഗ്രാൻഡ്പയ്ക്ക് തോന്നിയല്ലോ. അത് ഗ്രാൻഡ്പാ. എന്തേ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? അല്ലെങ്കിൽ മോൻ ഇങ്ങനെയൊന്നും സംസാരിക്കാത്തതാണല്ലോ. ഗ്രാൻഡ്പാ, ഇന്നലെ ഞങ്ങൾ ചെറുതായി ഒന്ന് പിണങ്ങി. ഗ്രാൻഡ്പയുടെ ഡ്രൈവിംഗിന്റെ സ്പീഡിന്റെ കാര്യം പറഞ്ഞ്. ഇത്ര നിസാര കാര്യത്തിന് നിങ്ങൾ പിണങ്ങാമോ? അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു ഗ്രാൻഡ്പാ. അതാ ഞാൻ പിണങ്ങിയത്. ശരിക്കും ഇന്നലെ എന്താ സംഭവിച്ചത്? മോൻ അതൊന്ന് വിശദമായിട്ട് പറഞ്ഞേ. ഹലോ. ഹലോ, ആന്റി ആയിരുന്നോ? ആദാണോ സംസാരിക്കുന്നത്? അതെ ആന്റി. രണ്ടുപേരും കൂടി വഴക്കു കൂടിയോ? ആ ആന്റി. പ്രിൻസിനൊന്ന് ഫോൺ കൊടുക്കാമോ? മോൻ വിഷമിക്കണ്ട. പ്രിൻസിപ്പോ ഗ്രാൻഡ്പയുമായി എന്തോ സംസാരിക്കുക. അയ്യോ, ആണോ? മോനൊരു കാര്യം ചെയ്യേ, ഫ്രീ ആണേൽ ഇങ്ങോട്ട് വാ. നേരിട്ട് കാണുമ്പോ പ്രിൻസിന്റെ പിണക്കെല്ലാം പോവും. പോകുമല്ലേ? പിന്നെ പോവാതെ. ആദത്തിനോട് ഒത്തിരി സമയം പിണങ്ങിയിരിക്കാൻ പ്രിൻസിനാവോ? എന്നാൽ വരാം അല്ലേ? ആ, മോനിങ് വാ. എങ്കിൽ ശരി ആന്റി. ശരി മോനെ. ഇത്ര നിസാര കാര്യത്തിനാണോ മോൻ അവരുമായി പിണങ്ങിയത്? അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഗ്രാൻഡ്പാ ഞാനും അങ്ങനെ പറഞ്ഞത്. മോനെ, നമ്മൾ ഒരാളോട് വിഷമിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അസ്വസ്ഥമാകുന്നത് അയാളുടെ മാത്രം മനസ്സല്ല, മറിച്ച് നമ്മുടെ മനസ്സും കൂടെയാണ്. നമ്മൾ ഓർക്കും നമ്മൾ സംസാരിച്ച് അയാളുടെ മേൽ വിജയം നേടിയെന്ന്. എന്നാൽ നമ്മുടെ ആ പ്രവൃത്തിയിൽ യഥാർത്ഥത്തിൽ അസ്വസ്ഥമാകുന്നത് നമ്മുടെ മനസ്സാണ്. ശരിയാ ഗ്രാൻഡ്പാ. ഇന്നലെ മുതൽ എന്റെ മനസ്സിലെന്തോ ഒരു വിഷമം പോലെ ഉണ്ടായിരുന്നു. ആ, അതാ മോനെ ഗ്രാൻഡ്പയും പറഞ്ഞത്. വലിയ സുഹൃത്തുക്കളായിട്ടും ഒരിക്കൽ വഴക്കു കൂടിയ ആ കൂട്ടുകാരുടെ കഥ മോൻ അറിയില്ലേ? ഇല്ലല്ലോ ഗ്രാൻഡ്പാ, ഞാൻ കേട്ടിട്ടില്ലല്ലോ. ശരി, ഗ്രാൻഡ്പ ആ കഥ പറഞ്ഞു തരാം. നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണേ. ഒരിക്കൽ ഒരു ദേശത്ത് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ സൗഹൃദം എല്ലാവരിലും അമ്പരപ്പുളവാക്കിയിരുന്നു. അങ്ങനെയിരിക്കെ അവർ തമ്മിൽ ഒരിക്കൽ ഒരു നിസാര കാര്യത്തിന് പിണങ്ങി. പരസ്പരം വാഗ്വാദങ്ങൾ ഉയർന്നു. കൂട്ടത്തിൽ ഒരുവന്റെ പിതാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അതിൽ ഇടപെടുവാൻ തുനിഞ്ഞില്ല. വാഗ്വാദങ്ങൾക്കൊടുവിൽ ആ സുഹൃത്തുക്കൾ പിരിഞ്ഞു. അന്ന് തന്റെ വീട്ടിലെത്തിയ മകനോട് പിതാവ് ഇതേക്കുറിച്ച് ഒന്നും തന്നെ ഉരിയാടിയില്ല.
ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ പിതാവും പുത്രനും പട്ടണത്തിൽ നിന്നും ഭവനത്തിലേക്ക് പോകുന്ന യാത്രാമധ്യേ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് വന്നെത്തി. അപ്പോൾ ആ പിതാവ് കഴിഞ്ഞ ദിവസം സുഹൃത്തുമായി വാഗ്വാദത്തിലേർപ്പെട്ടപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ ആവർത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. പുത്രൻ വളരെ പണിപ്പെട്ട് ആ വാക്കുകൾ ഓർത്തെടുത്ത് ആവർത്തിച്ചു. പർവ്വതനിരകളിൽ ചെന്ന് തട്ടിയ ആ വാക്കിന്റെ പ്രതിധ്വനി കേട്ടവൻ ഞെട്ടിത്തരിച്ചു. അപ്പോൾ പിതാവ് നന്മ വരട്ടെ എന്നുറക്കെ പറയുവാൻ ആവശ്യപ്പെട്ടു. പുത്രൻ അതനുസരിച്ചു. ആ ശബ്ദവും അവന്റെ കാതുകളിൽ ഇടിനാദം പോലെ വന്നലച്ചു. അപ്പോൾ ആ പിതാവ് ചോദിച്ചു, ഈ രണ്ട് സ്വരത്തിൽ നിനക്കേതാണ് ഇഷ്ടപ്പെട്ടത്? ആ പുത്രന്റെ മുഖം വികസിച്ചു. പിതാവ് തുടർന്നു, ജീവിക്കുന്നിടത്തോളം കാലം തിരഞ്ഞെടുക്കുന്നത് എന്താണോ അത് കിട്ടും. ജീവിതത്തിന്റെ നേരെ എന്തു പറയുന്നുവോ അതിന്റെ പ്രതിധ്വനി നിന്റെ അടുത്തേക്ക് തിരികെ വരും. ആ പുത്രന് തന്റെ തെറ്റുകൾ മനസ്സിലായി. തന്റെ സുഹൃത്തുക്കളോട് മാപ്പ് ചോദിക്കുവാൻ മനസ്സിനെ സജ്ജമാക്കി. ശരിയാ ഗ്രാൻഡ്പാ, ഇതുപോലെ എനിക്കും ആദത്തോട് ക്ഷമ ചോദിക്കണം. മിടുക്കൻ. ആരാണെന്ന് നോക്കിയിട്ട് വരാം ഗ്രാൻഡ്പാ. ഹായ് ആദം, വാ അകത്തേക്കിരിക്കാം. ഗ്രാൻഡ്പയുണ്ടോ പ്രിൻസേ? ഗ്രാൻഡ്പ മുറിയിലുണ്ട്, വാ നമുക്ക് അങ്ങോട്ടിരിക്കാം. ശരി. നിങ്ങളാണോ കുറച്ചു മുമ്പ് പിണങ്ങിയെന്ന് പറഞ്ഞത്? ഞങ്ങളുടെ പിണക്കം തീർന്നു ഗ്രാൻഡ്പാ. മിടുക്കർ. എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഗ്രാൻഡ്പാ. സാരമില്ല മോനെ, എല്ലാവരുടെയും ജീവിതം ഇതുപോലെ തെറ്റുകളിലൂടെ കടന്നാണ് നേരിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങൾ ഏവരുടെയും മനസ്സിന്റെ പവിത്രത കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വേഗം ഒരുമിക്കാൻ സാധിച്ചത്. ഇത്രമേൽ പവിത്രമായ മനസ്സിനുടമയാകുന്നവരോ ദൈവാനുഗ്രഹം സിദ്ധിച്ചവരും. അതിനാൽ നമുക്കവന്റെ വഴി തിരഞ്ഞെടുക്കുകയും പിന്തുടരുകയും ചെയ്യാം. നമുക്കവനോട് പ്രാർത്ഥിക്കാം.